എന്താ ഒരു ചിന്താമഗ്നായിട്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഡിസ്ചാർജ് എഴുതി തന്നു, അതിന്റെ വിഷമത്തിലിരിക്കുക. എന്തായിരുന്നു അസുഖം? സാറേ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ ചാടി നല്ലപോലെ വെള്ളം കുടിച്ച് താണു വരികയായിരുന്നു. എന്റെ ഗ്രഹപ്പഴക്ക് ഏതോ കാലമാടന്മാര് കണ്ട് വന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ ദേ ഡിസ്ചാർജു. നിങ്ങൾ എന്തിനാ ചെറുപ്രായത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? വേറെ എന്ത് ചെയ്യും സാറേ? എടോ, ഞങ്ങൾ ഇവിടെ മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടി രാപകലില്ലാതെ പാടുപെടുക, താനുള്ള ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ന്യായമാണോ? സാർ എന്താണ് ഈ പറയുന്നത്? സാറിന് വല്ല വിവരമുണ്ടോ? ജീവിക്കാനൊരു ജോലിയില്ല, സഹായിക്കാൻ ഒരാളില്ല. ഞാൻ ദിവസവും സാറിന്റെ വീട്ടിൽ നേരത്തെ കയറി വന്ന സാർ എനിക്ക് ഭക്ഷണം തരുമോന്ന് സാറിനറിയോ? ആത്മഹത്യ ചെയ്ത് ഞാൻ മടുത്തു സാർ. ഓ, അപ്പൊ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ല? അല്ല, 4-5 പ്രാവശ്യമായി. ഓരോ പ്രാവശ്യം ചത്തേന്ന് വരുമ്പോഴേക്ക് ഇതുപോലെ വല്ല കാലമാടുമാരും വന്ന് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ആസ്പത്രിയിലെ കൊണ്ടുവന്നാക്കും. ഇത് സ്വർണ്ണമാണോ? സ്വർണ്ണാണെങ്കിൽ ആത്മഹത്യ ചെയ്യും സാറേ. തനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? എന്റെ സാർ ഒരു ജോലി എനിക്കില്ല, എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. ഡോക്ടറുടെ ജോലി ചെയ്യാവോ? ഓ, അല്ല, ഡോക്ടറെ ജോലി ചെയ്യാനുള്ള പഠിപ്പ് എനിക്കില്ലല്ലോ. എനിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും ജോലി എന്നാ നോക്കാം. ഞാനൊരു പഴയ SSLC-യാ. സൂപ്രണ്ടെന്ന് കാണട്ടല്ലേ? കണ്ടു നോക്കട്ടെ സാർ. താനൊരു കാര്യം ചെയ്യ്, നാളെ വന്ന് സൂപ്രണ്ടെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞേക്കാം. അതിനിടയ്ക്ക് കയറി ആത്മഹത്യ ചെയ്തേക്കരുത്. അല്ല, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ വിലയുള്ള സാധനമാണോ? അല്ല, അത് ജോലിയും കാര്യമൊക്കെ ഉള്ളവർക്ക്. ഇത് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. നാളെ ജോലി ശരിയാവും. അതെ, ശരി. അപ്പോഴേ എല്ലാരോടും വരട്ടെ. ലിനിയുടെ പാട്ടിനെ കുറിച്ച് മേഡലിഫിന് പറഞ്ഞ എന്താണെന്നറിയോ? എന്താ? മുഹമ്മദ് റാഫിയുടെ പാട്ട് പോലുണ്ടെന്ന്. എന്ന് വെച്ചാ പുരുഷ ശബ്ദമാണെന്ന്. അതെനിക്കറിയില്ല, മേഡത്തിനോട് തന്നെ ചോദിക്കണം. ദേ ചുമന്നു, മോക്കം ചുമന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ലേടി. തമാശയാണല്ലേ? എന്ന് നേരത്തെ പറയണ്ടേ? എങ്കിലല്ലേ ചിരിക്കാൻ നോക്കൂ. അത് പോട്ടെ, വൈകിട്ട് നിനക്ക് എന്താ പരിപാടി? എന്തിനാ? ചെറിയൊരു ഷോപ്പിംഗ്. നീ കൂടെ വന്നാ നല്ല 2 ജീൻസ് സെലക്ട് ചെയ്യായിരുന്നു. ജീൻസ് ചുമ്മാ വരെ. വയലിൻ ക്ലാസ് ചെന്നില്ലെങ്കിലേ മാഷ് തിരക്ക് വരും. തൽക്കാലം മോളൊരു കാര്യം ചെയ്യും, ഇവളെ വിളിച്ചോ. ഏയ്, അങ്ങനെയല്ല. ദാ ഇത് നോക്കി വായിക്കൂ. ദിസ് വൺ. യാ, ഇറ്റ്സ് ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. നൗ യു ക്യാൻ ഗോ. നിലീന, കുട്ടിയോട് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. സോറി. മറ്റു കുട്ടികളെ പോലല്ല എനിക്ക് നിലീന. ബിക്കോസ് യു ആർ ടാലന്റഡ്. ഇനി തരൂ. വായിക്കൂ. ഓക്കെ, പോയിക്കോളൂ. Excuse me. Yes, please. Can I meet Sister Alfonsa? മലയാളിയാണല്ലേ? Oh God. എങ്ങനെ മനസ്സിലായി? ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. എന്താ പേര്? പീറ്റർ ഫെർണാണ്ടസ്. എന്താ പേരിലൊരു വരട്ടില്ലേ? ഓഹോ, അപ്പൊ വരട്ടാൻ വേണ്ടിയിട്ട പേരാണല്ലേ?
ആരാണാവോ കാറിനകത്തിരിക്കുന്ന മഹാൻ? അറിയില്ലേ? കുപ്രസിദ്ധ സോറി സുപ്രസിദ്ധ ഗായകൻ എബി പെരേര കേട്ടിട്ടില്ലേ? ഇല്ല. ദ ഫേമസ് മ്യൂസിഷ്യൻ എബി കേട്ടിട്ടില്ല? നോ. ദ ഗ്രേറ്റ് പെയിന്റർ പിക്കാസോ? പിക്കാസോ മൺവെട്ടി ഒന്നും പോയി. എബി പെരേര ദ സിംഗർ, ദ ഗ്രേറ്റ് മ്യൂസിഷ്യൻ, above all the great painter. ഇവർക്ക് എല്ലാവർക്കും കൂടി കയറിയിരിക്കാനുള്ള സ്ഥലം അയാളുടെ തലയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? പീറ്റർ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഒരു ശില്പി കൂടിയാണ്. ഓഹോ, അപ്പോ അതും കൂടി ഉണ്ടോ? ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എങ്ങനെ സഹിക്കും? ഇവിടുത്തെ കോളേജ് ബ്യൂട്ടീസ് ആണല്ലേ? എന്താ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, നഗ്ന നേത്രം കൊണ്ട് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. വിഷമിക്കണ്ട, സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഒറിജിനൽ ബ്യൂട്ടി എത്രമാത്രം ഉണ്ടെന്നറിയാമല്ലോ. അയ്യോ പ്ലീസ് എബി, നീ അത് എടുക്കരുത്. അത് മാത്രം എടുക്കരുത്. ശരിയാവില്ല. അയ്യോ, അമേരിക്കന്ന് കൊണ്ടുവന്ന നേക്കഡ് ഗ്ലാസ് ആണ്, എല്ലാം കാണാം. അയ്യോ അമ്മേ, എബി പാവങ്ങൾ സ്റ്റുഡൻസ് ആണ്, അത് എടുക്കരുത്. എടുക്കും, എടുക്കരുത്, എടുക്കും, എടുക്കരുത്. പിന്നെ ഇങ്ങോട്ട് പോസൊക്കെ കണ്ടോ? അയ്യോ വേണ്ട 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 എബി. നീ മാറുന്നില്ല. വേണ്ട, പറ്റില്ല. നീ മാറുന്നില്ല. അയ്യേ, വേണ്ട. നിന്റെ ബ്യൂട്ടി ആർക്ക് കാണണം? അയ്യേ, എല്ലാവരും അയ്യേ, മാറാ. അയ്യേ, അയ്യേ, എല്ലാവരും ഓടിക്കോ, ഓടിക്കോ. നീ മാറുന്നില്ലേ? അയ്യേ, ഞാൻ മാറി. മാറി നിൽക്കാൻ. മാറി. മാറിയാ? മാറി. പിന്നെ എല്ലാരും ഒന്ന് എഴുന്നേറ്റ്. ഒറിജിനൽ ബ്യൂട്ടി ഒന്നുകൂടെ കാണട്ടെ. കമോൺ. ചിക്കാഗോയിൽ നിന്ന് നിന്റെ ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നു. അവിടെ ഒരു ആർട്ട് ഗാലറിയിൽ നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കാമെന്ന്. ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു സിദ്ധി കിട്ടിയിട്ടുണ്ടല്ലോ വരയ്ക്കാൻ. എന്റെ അഭിപ്രായത്തിൽ എബി സ്വന്തം കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്താ, ശരിയല്ലേ? ചുമ്മാ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ അമേരിക്കയിലോട്ട് ചെല്ലാൻ ഞാൻ നിന്നെ നിർബന്ധിക്കണമെന്നാ നിന്റെ ഡാഡിയും മമ്മിയും പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് ഡാഡിക്കും മമ്മിക്കും എന്താ എത്ര നിർബന്ധം? അവർക്ക് ഇങ്ങോട്ട് പോന്നൂടെ? കൊള്ളാം, നല്ല ഐഡിയ. എത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് പോരാൻ. കേട്ടോ സിസ്റ്ററെ, കഴിഞ്ഞ തവണ ആന്റിയും അങ്കിളും വന്നപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഇവന്റെ കൂടെ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അതെങ്ങനെ? പ്രകൃതിയൊന്നും ചിത്രരചന പറഞ്ഞ് അലഞ്ഞിരിഞ്ഞ് നടക്കുകയല്ലേ. അമേരിക്കയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇനിയിപ്പോ തെണ്ടി തിരിയാനാണ് വിധിയെങ്കിൽ അവിടെ ചെന്നിട്ട് ആയിക്കൂടെ? പെണ്ണ് കെട്ടാത്തതിന്റെ കുറവാ. പെണ്ണ് കെട്ടി കഴിയുമ്പോ ഈ കുട്ടിക്കളിയൊക്കെ അങ്ങ് മാറും. കല്യാണമൊക്കെ നടക്കേണ്ടപ്പോ നടക്കും. ആന്റിക്ക് പറ്റുമെങ്കിൽ ആ കോട്ടേജിന്റെ കീഞ്ഞതാ, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിച്ചോളാം. അപ്പോഴേക്കും പിണങ്ങിയോ? താക്കോലിവിടെ ഉണ്ട്. വാച്ച്മാൻ ഭാര്യയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് നാട്ടിൽ പോയിരിക്കുക. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എടാ, നമുക്ക് അമേരിക്ക എപ്പോ നോക്കിയാലും അമേരിക്ക അമേരിക്ക. എടാ, ഏതെങ്കിലും ഒന്ന് നീ വിടിയടാ. ഒന്ന് അമേരിക്കയിൽ പോണോന്നും പറഞ്ഞു. എന്തൊക്കെ പാടാണത്. ഇതെന്ത് ഡോറ്? പുറമേന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല. ഇനി അകത്ത് കയറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോ എങ്ങനെയാണെന്ന് അകത്ത് കയറിയാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. വലിയ മോശമില്ലെന്ന് തോന്നുന്നു. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അയ്യേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്ല ഹോട്ടലിന് റൂം എടുക്കാവുന്നു. അവിടെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇവിടെ എന്താ കുഴപ്പം? അവിടെയാണെങ്കിൽ ഫോൺ എടുക്കുന്നു, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ന്യൂഡിൽസ് എന്ന് ഓർഡർ ചെയ്യുന്നു, ഫോൺ താഴെ വെക്കുന്നു, ക്ലിങ് സാധനം എത്തുന്നു. പരമസുഖം. അതിനേക്കാൾ സുഖം ഇതെല്ലാം ഇവിടെ വെച്ച് കഴിക്കുന്ന. അതൊക്കെ ശരിയാ, പക്ഷെ അതിന് പറ്റിയ ഒരാളെ കിട്ടണ്ടേ? അത് പ്രശ്നമല്ല, ആളെ കിട്ടി. ആര്? നീ തന്നെ. ഞാനോ? പിന്നെ നിന്നെ എന്തിനാ കൂടെ കൊണ്ടു നടക്കുന്നത്? അല്ല, അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ ഒരു പ്രയാസം പോലെ. ഇവിടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. പീറ്ററിന് നല്ല പണിയുണ്ട്. അതും ഞാൻ ചെയ്യണോ? പിന്നല്ലാതെ. അമേരിക്കയിലോട്ടൊക്കെ പോണ്ട ആളല്ലേ, എന്തെങ്കിലും ഒരു വർക്ക് അറിഞ്ഞിരിക്കണ്ടേ? അത് ശരിയാ. അമേരിക്കയിൽ നിർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ? അല്ല, അമേരിക്കയിൽ എത്തുമ്പോ പണിയിൽ ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം. എടാ കള്ള, ഇതാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയത്? ആരാ? ഓ, ആരാണെന്ന്? എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നീ പോയിക്കോ, പിന്നെ ഞാൻ. പ്ലീസ്. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ചോദിക്കാം. എന്താ പേര്? അറിയണമെന്ന് നിർബന്ധാണോ? അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ എലിസബത്ത്. ബ്യൂട്ടിഫുൾ നെയിം.
ഫസ്റ്റ് ഇയർ. ഐ ആം സന്ധ്യ, സെക്കൻഡ് ഡിസി കോമേഴ്സ്. ഐ എം ലീമ, BSc കെമിസ്ട്രി. ഐ ആം സിന്ധു, ഫസ്റ്റ് ഡിസി സുവോളജി. ഏയ്, ആ കണ്ണാടി ഇപ്പോഴും കയ്യിലുണ്ടോ? സൂക്ഷിച്ചു വെച്ചോളേ. ഓക്കേ, see you. പിന്നെ ഭയങ്കര ചേത്തായി പോയി. നീ വല്ലാതെ പേടിച്ചു പോയല്ലേ? ഇതിന് ഞാൻ പകരം വിട്ടു.